ഹായ് വെൽക്കം ബാക്ക് ടു JM ലേൺ സെൻറ്റർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററാണ്. +1 ഇത് എഴുതിയിട്ടുള്ളത് പ്രഭാത് കുമാർ മുഖോപാധ്യായ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്, പക്ഷേ കുറച്ചൊരു വലിയ സ്റ്റോറി, കുറച്ചൊരു ലെങ്ത്തുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ചൊരു സിമ്പിളായിട്ട് പറഞ്ഞു തരാം. It was nearly 1 o'clock and I was feeling extremely hungry. സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്, നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയൊരു സമയം. സോ ഐ മെയ്ഡ് മൈ വേ സ്ലോലി ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വിച്ച് വാസ് നോട്ട് ഫാർ എവേ ഇൻ സെൻറ്റ് മാർട്ടിൻസ് ലെയ്ൻ. അതുകൊണ്ട് തന്നെ സെൻറ്റ് മാർട്ടിൻസ് ലെയ്നിലുള്ള അധികം ദൂരെ ഇല്ലാത്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ പോയി. ലഞ്ച് അവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് were not so crowded in those days. നമ്മുടെ റൈറ്റർ പറയുന്നത് എന്താണ്, ലഞ്ച് അവേഴ്സിൽ ലണ്ടനിൽ റെസ്റ്റോറൻറ്റ്സ് ഒന്നും അത്ര ക്രൗഡഡ് അല്ല എന്ന്. എന്താ ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ ക്രൗഡ് മീൻസ് ആൾക്കൂട്ടം അല്ലേ. അപ്പോൾ അത്ര അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. ഐ ഫൗണ്ട് നോട്ട് മോർ ദാൻ 3 or 4 ഹംഗ്രി പീപ്പിൾ സ്കാറ്റേർഡ് അറൗണ്ട് ദ റൂം. എനിക്ക് ആകെ 3-4 ആളുകൾ അങ്ങുമിങ്ങായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഐ ചോസ് എ ടേബിൾ, സീറ്റഡ് മൈസെൽഫ് ആൻഡ് ഓപ്പൺഡ് ദ ന്യൂസ് പേപ്പർ. ഞാനൊരു ടേബിൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്തു. എ വെയിട്രസ് കെയിം അപ്പ് ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ. ഒരു വെയിട്രസ് വന്നിട്ട് എൻ്റെ ഓർഡറിന് വേണ്ടി വളരെ പൊളൈറ്റ്ലി, വളരെ വിനയത്തോടെ കാത്തു നിന്നു. ഐ റേസ്ഡ് മൈ ഐസ് ഫ്രം ദ പേപ്പർ. ഞാൻ പേപ്പറിൽ നിന്നും കണ്ണുകൾ ഉയർത്തി. ഗ്ലാൻസ്ഡ് അറ്റ് ദ മെനു ആൻഡ് ടോൾഡ് ഹെർ വാട്ട് ഐ റിക്വയർഡ്. ഗ്ലാൻസ്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി, ലുക്ക്ഡ്. ഗ്ലാൻസ്ഡ് അറ്റ് മെനു നോക്കിയിട്ട് വാട്ട് ഐ റിക്വയർഡ്, എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഞാൻ ഓർഡർ ചെയ്തു. താങ്ക് യു സർ, ഷീ സെഡ് ആൻഡ് വെൻറ്റ് ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലെസ്ലി എവേ. താങ്ക് യു സർ. ആ വെയിട്രസ് താങ്ക്സ് പറഞ്ഞിട്ട് ബ്രിസ്ക്ലി മീൻസ് നല്ല ചടുലതയോടെ, ചുറുചുറുക്കോടെ, നോയ്സ്ലെസ്ലി വിത്തൗട്ട് സൗണ്ട് ഉണ്ടാക്കാതെ അവർ പോയി. അറ്റ് ദാറ്റ് മൊമെൻറ്റ് മൈ അറ്റൻഷൻ വാസ് ഡ്രോൺ ടു എ ടേബിൾ നോട്ട് ഫാർ ഫ്രം മൈൻ. ഈ ഒരു സമയത്ത് എൻ്റെ ശ്രദ്ധ എങ്ങോട്ട് തിരിഞ്ഞു? കുറച്ച് അകലെയുള്ള, അധികം ദൂരെ ഇല്ലാത്തൊരു വേറെ ടേബിളിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദർ. അവിടെ ആരുണ്ടായിരുന്നു? ഒരു ചെറിയ പെൺകുട്ടി, ഒരു ഇംഗ്ലീഷ് ഗേൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ വിത്ത് ഇൻട്രസ്റ്റ് സർപ്രൈസ് ബട്ട് ടേൺഡ് ഹെർ ഐസ് എവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹെർ. ആ പെൺകുട്ടി എന്നെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു, എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവളെ നോക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ വേഗം തിരിയുകയും ചെയ്തു. ദ ഗേൾ വാസ് 13 or 14 years old. ഇനി ആ പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ആ കുട്ടി ഏകദേശം 13-14 വയസ്സ് പ്രായം തോന്നിക്കുന്നു. ഹെർ ക്ലോത്ത്സ് ബിട്രേഡ് ഹെർ പോവർട്ടി. പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. ബിട്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം അറിയാതെ അത് പുറത്ത് വരിക, അല്ലെങ്കിൽ അറിയാതെ അത് വെളിവാകുന്നതിനെയാണ് ബിട്രേ എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ആ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവളുടെ ദാരിദ്ര്യം പറഞ്ഞറിയിക്കുന്നതായിരുന്നു. ഹെർ ഹെയർ ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹെർ ബാക്ക്. അവൾക്ക് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഹെർ ഐസ് വേർ ലാർജ്. വലിയ കണ്ണുകളായിരുന്നു. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. പക്ഷെ ആ കണ്ണുകൾക്ക്, വലിയ കണ്ണുകളായിരുന്നെങ്കിലും ആ കണ്ണുകൾക്കൊരു സാഡ് എക്സ്പ്രഷൻ, ഒരു ദുഃഖഭാവം ഉണ്ടായിരുന്നു. ഐ വാച്ച്ഡ് ഹെർ വെൻ ഷി വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ കുഡ് നോട്ട് നോട്ടീസ്. ഞാൻ അവൾ എന്നെ നോക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ അവളെ ശ്രദ്ധിച്ചു. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിംഗ് ഹേഴ്സ്. എൻ്റെ ലഞ്ച് എനിക്ക് കിട്ടിയത് എപ്പോഴാണ്? എനിക്ക് സെർവ് ചെയ്തത് അവളുടെ ലഞ്ച് ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് കിട്ടിയത്. ദ വെയിട്രസ് ബ്രോട്ട് ഹെർ ദ ബിൽ. വെയിട്രസ് അവൾക്ക് ബില്ല് കൊണ്ടുവന്ന് കൊടുത്തു. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. ബില്ല് എങ്ങനെ സാധാരണ പേ ചെയ്യുന്നത്? ഒരാൾ ഭക്ഷണം കഴിച്ച് പുറത്ത് പോകുന്ന സമയത്ത് ഡെസ്കിലാണ് പേ ചെയ്യുന്നത്. ദ ഡെസ്ക് ഈസ് നിയർ ദ ഡോർ. ഡോറിനടുത്താണ് ഡെസ്ക് ഉള്ളത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, വൈ വാസ് ദ നരേറ്റേഴ്സ് അറ്റൻഷൻ ഡ്രോൺ ടു ദ ഇംഗ്ലീഷ് ഗേൾ. ഈ ഒരു ഇംഗ്ലീഷ് ഗേളിലേക്ക് നരേറ്ററുടെ ഈ അറ്റൻഷൻ പോകാൻ എന്താ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു കാരണം? ഈ പെൺകുട്ടി ഈ ഒരു ഇംഗ്ലീഷ് ഗേൾ തന്നെ വാച്ച് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന്, തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയത്. ദ ഗേൾ സ്റ്റുഡ് അപ്പ്. ഗേൾ എണീറ്റു. മൈ ഐസ് ഫോളോഡ് ഹെർ. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് അവളെ പിന്തുടർന്നു. ആസ് ഷീ പെയ്ഡ് ഹെർ ബിൽ ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ഇൻ എ ലോ വോയിസ്, പ്ലീസ് മിസ് ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെൻറ്റിൽമാൻ ഈസ് ആൻ ഇന്ത്യൻ. ബില്ല് പേ ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടി കാഷ്യറോട് ചോദിക്കുന്നത്, ഒരു ചെറിയ സൗണ്ടിൽ ചോദിച്ചെന്താണ്? ആ ജെൻറ്റിൽമാൻ ഒരു ഇന്ത്യൻ ആണോ? ഐ തിങ്ക് സോ, ദ കാഷ്യർ ആൻസേർഡ്. കാഷ്യർ എന്ത് പറഞ്ഞു? ഞാൻ അങ്ങനെ കരുതുന്നു.
ഡസ് ഹി കം ഹിയർ ഓൾ ദ ടൈം? അദ്ദേഹം ഇവിടെ എപ്പോഴും വരാറുണ്ടോ? പെർഹാപ്സ് നോട്ട്. ഐ ഡു നോട്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. എനിക്ക് അദ്ദേഹം മുമ്പ് വന്നതായിട്ടൊന്നും ഓർമ്മയില്ല. താങ്ക് യു സർ ദ ഗേൾ ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെൻറ്റ് ഔട്ട്. എന്നിട്ട് കാഷ്യറോട് താങ്ക്സ് പറഞ്ഞിട്ട് പെൺകുട്ടി ഒരിക്കൽ കൂടി എന്നെ നോക്കിയിട്ട് പോയി. ഇറ്റ് സർപ്രൈസ്ഡ് മീ. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. എന്താ കാര്യം? വൈ, വാട്ട് വാസ് ദ മാറ്റർ? എന്തായിരുന്നു റീസൺ? എന്തായിരുന്നു കാര്യം? ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ എറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. ആ പെൺകുട്ടിക്ക് എന്നിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് അവളിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഐ ആസ്ക്ഡ് ദ വെയിട്രസ്, ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദ. ഞാൻ എൻ്റെ ലഞ്ച് ഫിനിഷ് ചെയ്ത സമയത്ത് ഞാൻ വെയിട്രസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ അറിയുമോ? നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ ടു സ്പീക്ക് ഓഫ്. ഐ നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ്. ഞാനത്ര സംസാരിച്ച് എനിക്കത്ര പരിചയമൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, സാറ്റർഡേയ്സിൽ ആ പെൺകുട്ടി ഇവിടെ ലഞ്ച് കഴിക്കാൻ വരാറുണ്ട്. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? വേറെ ഏതെങ്കിലും ദിവസം ആ കുട്ടി വരാറുണ്ടോ? ഐ നെവർ സീ ഹെർ ഓൺ അതർ ഡേയ്സ്. ഞാൻ അവളെ ഒരിക്കലും മറ്റു ദിവസങ്ങളിൽ കണ്ടിട്ടില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീസ്? താങ്കൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ആ പെൺകുട്ടി ആരാണ് എന്നതിനെക്കുറിച്ച് വല്ല ഐഡിയയും ഉണ്ടോ? പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. അപ്പോൾ ഈ വെയിട്രസ് അവരുടെ ഒരു അവർക്ക് തോന്നിയൊരു കാര്യം പറയുകയാണ്, ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിലായിരിക്കും ആ പെൺകുട്ടി വർക്ക് ചെയ്യുന്നത്. ഹൗ ഡു യു നോ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? സാറ്റർഡേ ഈസ് പേ ഡേ, ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. ഓൺ അതർ ഡേയ്സ് ഷീ മെ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. സാറ്റർഡേയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? സാറ്റർഡേ എന്ന് പറഞ്ഞാൽ പേ ഡേ ആണ്, അന്നാണ് സാലറി കൊടുക്കുന്ന ദിവസം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കുട്ടി വരുന്നത്. മറ്റു ദിവസങ്ങളിൽ മേ ബി ആ കുട്ടിക്ക് ഒരു ലഞ്ച് വാങ്ങിക്കഴിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. ചിലപ്പോൾ ആ കുട്ടി അധികമൊന്നും സമ്പാദിക്കുന്നില്ലായിരിക്കാം. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. ഈ ഒരു വെയിട്രസ് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പോയി. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് എബൌട്ട്, ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് എബൌട്ട് ദ പ്രോബബിൾ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ഗേൾ? ആ പെൺകുട്ടിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ച് എന്തൊരു സാധ്യതയാണ് നമുക്ക് തോന്നുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത്ര നല്ലൊരു കണ്ടീഷനൊന്നും അല്ലേ? അതായിരിക്കും കാരണം എല്ലാ ദിവസവും ആ കുട്ടി ലഞ്ച് കഴിക്കാൻ വരുന്നില്ല, സാറ്റർഡേയ്സിൽ മാത്രമേ വരുന്നുള്ളൂ. സാറ്റർഡേ എന്ന് പറഞ്ഞാൽ പേ ഡേ ആണ്, അപ്പോൾ അന്ന് മാത്രമേ ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അത്ര വലിയൊരു ഫിനാൻഷ്യൽ കണ്ടീഷനൊന്നും അല്ല. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് എബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ആകാംക്ഷ, അത് എന്നിൽ അങ്ങനെ തന്നെ സ്ഥിരമായിട്ടിരുന്നു, അത് എന്നിൽ നിന്ന് പോയില്ല. ഹു വാസ് ദ ചൈൽഡ്? ആ കുട്ടി ആരായിരിക്കും? വൈ ഹാഡ് ഷീ ഇൻക്വയർഡ് എബൌട്ട് മീ? എന്തിനായി ആ കുട്ടി എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കുക? വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹെർ ഇൻട്രസ്റ്റ്? അവൾക്ക് എന്നിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, അതിന് എന്തെങ്കിലും ഒരു മിസ്റ്ററി ഉണ്ട്, എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഹെർ പോവർട്ടി സ്ട്രൈക്കൺ സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ ടുക്ക് പൊസഷൻ ഓഫ് മൈ തോട്ട്സ്. അവളുടെ ആ ഒരു പോവർട്ടി സ്ട്രൈക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ദാരിദ്ര്യം പിടിച്ച സാഡ്, വളരെ ദുഃഖിതമായിട്ടുള്ള ആൻഡ് ആങ്ഷ്യസ് ഫിഗർ ടുക്ക് പൊസഷൻ ഓഫ് മൈ തോട്ട്സ്. അവളുടെ ആ ഒരു രൂപം അതെന്ത് ചെയ്തു? എൻ്റെ ചിന്തകളെ പിടിച്ചടക്കി. ഓൺ സൺഡേയ്സ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. സൺഡേയ്സിൽ, ഞായറാഴ്ചകളിൽ ലണ്ടനിലെ എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ടായിരിക്കും. സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ്. അതുകൊണ്ട് തന്നെ ഞാൻ മൺഡേ മോർണിംഗിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അവളെ തിരക്കി ഇറങ്ങിയത്. I looked into the shops on the streets near St. Martin's Lane and especially the shops on the Strand, but I found no trace of the girl. ഞാൻ മൺഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അവളെ തിരഞ്ഞിട്ടിറങ്ങി. എവിടെയൊക്കെ ഞാൻ നോക്കി? എല്ലാ ഷോപ്പിലും, സെൻറ്റ് മാർട്ടിൻസ് ലെയിനിലെ ആ സ്ട്രീറ്റിലുള്ള എല്ലാ ഷോപ്പും ഞാൻ അവളെ തിരക്കി. പിന്നെ എവിടെയും കൂടി നോക്കി? ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡ്, കുറച്ച് അപ്പുറത്തു കൂടിയുള്ള ആ ഷോപ്സ് നോക്കി. പക്ഷേ എവിടെ നിന്നും എനിക്ക് നോ ട്രേസ് ഓഫ് ദ ഗേൾ, എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ കുട്ടിയുടെ ഒരു അടയാളം പോലും എനിക്ക് കണ്ടെത്താനായില്ല. ദ വീക്ക് പാസ്റ്റ്, ആ ഒരാഴ്ച അങ്ങനെ കടന്നുപോയി. സാറ്റർഡേ കെയിം എഗെയിൻ, വീണ്ടും സാറ്റർഡേ വന്നു.
ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അതേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേർന്നു. ആസ് ഐ എൻറ്റേർഡ് ഐ സോ ഹർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ. ഞാൻ കടന്നപ്പോഴേ എനിക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ പ്രവേശിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ആ കുട്ടി അതേ സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷി വാസ് ഈറ്റിംഗ്. അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഐ വാക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹേഴ്സ് സേയിങ് ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എന്ത് ചെയ്തു, അവളുടെ നേരെ ഓപ്പോസിറ്റുള്ള ചെയറിൽ ഇരുന്നിട്ട് ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഷീ റെസ്പോണ്ടഡ് ഹെസിറ്റൻ്റ്ലി. അവൾ ചെറിയൊരു മടിയോടെ തിരിച്ച് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ ഐ വാസ് ഏബിൾ സ്ലോലി ടു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. അറ്റ് ലാസ്റ്റ് ഷീ ആസ്ക്ഡ് ആർ യു ആൻ ഇന്ത്യൻ. ഞാൻ ഈ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങിയായിരുന്ന സമയത്ത് ആ കുട്ടി ചോദിച്ചു, നിങ്ങളൊരു ഇന്ത്യൻ ആണോ? യെസ്. എക്സ്ക്യൂസ് മീ, ആർ യു എ വെജിറ്റേറിയൻ? താങ്കൾ വെജിറ്റേറിയൻ ആണോ? വൈ ഡു യു ആസ്ക് ദാറ്റ്? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. ഞാൻ കേട്ടിട്ടുള്ളത് ഒട്ടുമിക്ക ഇന്ത്യൻസും വെജിറ്റേറിയൻസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഹൗ ഈസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? നീ എങ്ങനെ ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു? മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ. എൻ്റെ വലിയ ബ്രദർ, എൻ്റെ വലിയ സഹോദരൻ ഇന്ത്യയിലാണ്. ഹീസ് എ സോൾജിയർ. അദ്ദേഹം അവിടെ ഒരു സോൾജിയറാണ്. ഐ എം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ. ഞാൻ അത്ര വെജിറ്റേറിയൻ ഒന്നും അല്ല. ഐ ആൻസേർഡ് ഹർ ക്വസ്റ്റ്യൻ. ഞാൻ ആ കുട്ടിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ. പക്ഷേ ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നൗ ആൻഡ് ദെൻ ദ ഗേൾ സീംഡ് ഡിസപ്പോയിൻറ്റഡ്. ഇത് കേട്ടപ്പോൾ കുട്ടിക്ക് കുറച്ചൊരു നിരാശയായി. ഡിസപ്പോയിൻറ്റഡ്, നിരാശ. ഐ ലേൺഡ് ദാറ്റ് ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ. ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തെന്തോ ഈ ഒരു കുട്ടിയുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് ഈ ഒരു എൽഡർ ബ്രദറാണ്. ഷീ ലിവ്ഡ് വിത്ത് ഹർ ഓൾഡ് വിഡോഡ് മദർ. ഈ കുട്ടി ആരുടെ കൂടെ ജീവിച്ചിരുന്നത്? അവളുടെ ഓൾഡ് വിഡോഡ് മദർ. ഓൾഡ് മീൻസ് വയസ്സായ, വിഡോഡ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച വിധവയായിട്ടുള്ള അവളുടെ അമ്മയുടെ കൂടെയായിരുന്നു കുട്ടി ജീവിച്ചിരുന്നത്. കുട്ടിയുടെ ഏക ഗാർഡിയൻ എന്ന് പറയുന്നത് ആരാണ്? ഈ ഒരു എൽഡർ ബ്രദറാണ്. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ? നിങ്ങൾക്ക് ബ്രദറിൽ നിന്ന് ലെറ്റേഴ്സ്, കത്തുകളൊക്കെ കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ ബ്രദറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാറുണ്ടോ? വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് കത്തുകളൊന്നും കിട്ടാറില്ല. മൈ മദർ ഈസ് വെരി വറീഡ്. ഇതിനെ കൊണ്ട് തന്നെ എൻ്റെ അമ്മ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. പീപ്പിൾ ടെൽ ഹർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ആളുകൾ എന്താ അവരോട് പറഞ്ഞിട്ടുള്ളത്? ഈ അമ്മയോട് ഇന്ത്യയിൽ നിറയെ ടൈഗേഴ്സും സ്നേക്സും ഫീവേഴ്സും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ ഈസ് അഫ്രൈഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഈ അമ്മ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. ഈസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്? അപ്പോൾ ഈ കുട്ടി ഇയാളോട് ചോദിക്കുകയാണ്, നമ്മുടെ നരേറ്ററോട് ചോദിക്കുകയാണ്, ഇന്ത്യ അങ്ങനെയാണോ? അതിൽ നിറയെ ടൈഗേഴ്സും സ്നേക്സും ഫീവേഴ്സും മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ നരേറ്റർ എന്താണ് റിപ്ലൈ കൊടുക്കുന്നത്? നോ, ഐ സ്മൈൽഡ്. അല്ല, അങ്ങനെയല്ല. ഹൗ കുഡ് പീപ്പിൾ ലിവ് ദർ ഇഫ് ഇറ്റ് വർ? അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെ ആൾക്കാർ താമസിക്കുന്നത്? ഞാൻ അങ്ങനെ തിരിച്ചു ചോദിച്ചു. ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി. സൈ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘശ്വാസം. അപ്പോൾ മെല്ലെ ആ കുട്ടിയൊന്ന് നെടുവീർപ്പയച്ചു, ഒരു ദീർഘശ്വാസം അയച്ചു. Mother says she would like to ask an Indian about these things if she can find an Indian. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു ഇന്ത്യനെ ഒരു ഇന്ത്യൻ ആയിട്ടുള്ളൊരു ആളെ കാണണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി. ഈ കുട്ടി ഒരു റിക്വസ്റ്റ് എന്ന രീതിയിൽ എന്നെ ആ ഒരു എന്താ പറയുക, എന്നെ ഒരു അപേക്ഷിക്കുന്ന പോലെ എന്നെ നോക്കി. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്. എനിക്ക് അവളുടെ ആ ചിന്തകൾ എനിക്ക് മനസ്സിലായി. ഷീ വാണ്ടഡ് മീ ടു സീ ഹർ മദർ ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു അക്കമ്പനി ഹർ ഹോം. ആ കുട്ടിക്ക് എന്തുണ്ടായിരുന്നു? ഞാൻ ആ കുട്ടിയുടെ അമ്മയെ വിസിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ എന്നോട് ചോദിക്കാനുള്ള ധൈര്യം ആ കുട്ടിക്ക്, എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇല്ല. എ കീൻ ഡിസൈർ ടു മീറ്റ് ദിസ് പൂർ ആങ്ഷ്യസ് മദർ ടു ഹോൾഡ് ഓഫ് മീ. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കും ആ ഒരു പാവം ആങ്ഷ്യസ് ആയിട്ടുള്ള മദർ, ആ ഒരു ഉത്കണ്ഠാകുലയായിട്ടുള്ള ആ ഒരു അമ്മയെ കാണാൻ എനിക്കും ആഗ്രഹം തോന്നി. ഐ ഹാഡ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ആൻ ഇംപോവറിഷ്ഡ് ഇംഗ്ലീഷ് ഹോം. എനിക്ക് എന്തുണ്ടായിട്ടില്ല, ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നതെങ്കിലും ഒരു ഇംപോവറിഷ്ഡ് ഇംഗ്ലീഷ് ഹോം, ഒരു ദാരിദ്ര്യം പിടിച്ച അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള ഇംഗ്ലീഷ് വീടുകളൊന്നും എനിക്ക് കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല. ഐ വിഷ്ഡ് ടു സീ ഹൗ ദ പുവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി.
പാവങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യത്ത് താമസിക്കുന്നത് എന്നറിയാൻ എനിക്ക് ഒരാഗ്രഹം തോന്നി. ടു നോ വാട്ട് ദേ തിങ്ക്. സോ അവരെന്താണ് ചിന്തിക്കുന്നതെന്നും. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം? ഐ ക്യാൻ ഗോ സം ഡേ. നീ എന്നെ നിൻ്റെ അമ്മയ്ക്ക് എന്നെ പരിചയപ്പെടുത്തുമോ? അല്ലെങ്കിൽ ഞാനിത് വേറെ ദിവസമാണോ വേണ്ടതോ ഇപ്പോൾ ഞാൻ നിന്നെ അക്കമ്പനി ചെയ്യണം, ഞാൻ നിൻ്റെ കൂടെ വരണോ? The girl's eyes brimmed with gratitude. Thank you ever so much, she said. It is so kind of you. Can you come now? ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുട്ടി കരുതിയിരുന്നതും ഇവളുടെ അമ്മയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അത് എങ്ങനെ ചോദിക്കുക എന്നറിയാഞ്ഞിട്ട് കുട്ടിക്കൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇദ്ദേഹം ഇങ്ങോട്ട് പറയാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ കഴിയുമോ? വിത്ത് പ്ലഷർ. ഇഫ് ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അല്ലേ? നോ, നോട്ട് അറ്റ് ഓൾ. ഒരു പ്രശ്നമില്ല. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. ഈ ആഫ്റ്റർനൂൺ എന്താണ്, ഞാൻ ഫുൾ ഫ്രീ ആണ് എന്ന് പറഞ്ഞു. ദ ഗേൾ വാസ് ഡിലൈറ്റഡ്. ദ ഗേൾ വാസ് ഹാപ്പി. ഭയങ്കര സന്തോഷമായി. വി ഫിനിഷ്ഡ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗദർ. ഞങ്ങൾ വേഗം ഞങ്ങളുടെ ലഞ്ച് തീർത്തിട്ട് ഒരുമിച്ച് എണീറ്റു. ആസ് വി വാക്ക്ഡ് ഐ ആസ്ക്ഡ് ഹെർ മേ ഐ നോ യുവർ നെയിം. ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഞാൻ കുട്ടിയോട് ചോദിച്ചു, പേരെന്താ? മൈ നെയിം ഈസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ഇതാണ് ആ ചെറിയ പെൺകുട്ടിയുടെ പേരാണ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? നിങ്ങൾക്ക് നടക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഷീ ആസ്ക്ഡ്. നോട്ട് അറ്റ് ഓൾ, ഐ ആൻസേർഡ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു. നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നോ, ഐ വാക്ക് ഹോം എവറി ഡേ. അല്ലേ, ഞാനിന്നും വീട്ടിലേക്ക് നടക്കാറാണുള്ളത്. ഐ ആസ്ക് ദ ഗേൾ, ടു യു കം ദിസ് വേ ഓഫൺ? നീ ഇതുവഴിയാണോ വരുന്നതെന്ന് ചോദിച്ചു. യെസ്, ഷീ ആൻസേർഡ്. ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോർസ്. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. ടുഡേ ഈസ് സാറ്റർഡേ സോ ഐ ആം ഓഫ് ഏർലി. എന്താ കാര്യം? ഞാൻ സിവിൽ സർവീസ് സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് പേ ഡേ ആണ്. കൂടാതെ കുറച്ച് നേരത്തെ എനിക്ക് എൻ്റെ വർക്കുകളൊക്കെ തീരും. ഷാൽ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്? ഞാൻ നിന്നെ മിസ് ക്ലിഫോർഡ് എന്നോ അല്ലെങ്കിൽ ആലീസ് എന്നോ ഞാൻ വിളിച്ചോട്ടെ? ഐ എം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്. ഞാനിപ്പോഴും ഒരു മുതിർന്ന ആളൊന്നല്ല. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. ഈ പെൺകുട്ടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എന്നെ വിളിക്കാം. ഐ ആം യൂഷ്വലി കോൾഡ് മാഗി. സാധാരണ എന്നെ വിളിക്കുന്നത് മാഗി എന്നാണ്. ഷീ ലാഫ്ഡ്. അവൾ ചിരിച്ചു. ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ്? നീ മുതിർന്ന ഒരാളാവാൻ നീ പെട്ടെന്നൊരു മുതിർന്ന ആളാവാനുള്ള താല്പര്യമുണ്ടോ? ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോൺ അപ്പ്? നിനക്ക് വളർന്ന് ഒരു വലിയ ആളാവാനാണോ താല്പര്യം? യെസ്, ടെൽ മീ വൈ. അതെന്തുകൊണ്ടാണ്? വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. മൈ മദർ ഈസ് ഓൾഡ്. ഞാൻ ഗ്രോൺ അപ്പ് ആണെങ്കിൽ എന്താണ്, ഞാൻ ചെയ്യുന്ന വർക്കിന് കുറച്ചും കൂടെ കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും. കുറച്ചും കൂടി കൂടുതൽ സാലറി എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മൈ മദർ ഈസ് ഓൾഡ്. എൻ്റെ അമ്മക്ക് വളരെയധികം വയസ്സായിട്ടുണ്ട്. ഈസ് ദ വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്? നീ ഇഷ്ടപ്പെട്ടിട്ടാണോ ഇപ്പോഴുള്ള ഈ ജോലി ചെയ്യുന്നത്? നോ, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. ഐ വാണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്, ബ്രെയിൻ വർക്ക്, ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. അല്ല, ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു മെക്കാനിക്കലായിട്ടുള്ള വർക്കാണ്. എനിക്കെന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഞാൻ എൻ്റെ ബുദ്ധി, എൻ്റെ തല ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ലൈക്ക് എന്താണ്, സെക്രട്ടറി പോലത്തെ ജോബ്സൊക്കെ. വി ക്രോസ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. ഞങ്ങൾ ഒരു പാലമൊക്കെ കടന്ന്, ലാംബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സിറ്റിയുടെ ഒക്കെ അതിർത്തി ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രദേശങ്ങൾ. ഇറ്റ് ഈസ് എ പുവർ നെയ്ബർഹുഡ്. ആ ഒരു ഏരിയ എന്താണ്, പാവങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സെഡ്, ഐ ഷാൽ ടേക്ക് മദർ എവേ ഫ്രം ഹിയർ. ഞാൻ എന്തെങ്കിലും ഒരു സെക്രട്ടറി ആവുകയാണെങ്കിൽ, ഈ മാഗി പറയാണ്, ഞാൻ എൻ്റെ അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോകും. ഡിഡ് യുവർ ഫാദർ കോൾ യു മാഗി ഓർ മാക്സി? നിന്റെ ഫാദർ മാഗി എന്നാണോ മാക്സി എന്നാണോ വിളിച്ചിരുന്നത്? വെൻ ഹി വാസ് വെരി അഫെക്ഷനേറ്റ് ഹി കോൾഡ് മീ മാക്സി. അദ്ദേഹത്തിന് എന്നോട് വളരെയധികം സ്നേഹം തോന്നുന്ന സമയത്ത് അതിനെ മാക്സി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഹൗ ഡിഡ് യു നോ? ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? യെസ്, ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി. ഞാൻ വളരെ നിഗൂഢമായതിനെ മറുപടി പറഞ്ഞു. മിസ്റ്റീരിയസ്ലി, നിഗൂഢതയോടെ. വി ആർ ഇന്ത്യൻസ്. ഞങ്ങൾ ഇന്ത്യൻസാണ്. യു നോ, വി നോ എബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. ഞങ്ങൾക്ക് ഭാവി കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അതുപോലെ മാജിക്കിനെ കുറിച്ചും പലതരത്തിലുള്ള മാജിക്കും അറിയാം. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്, ഷീ സെഡ്. ഇത് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളതും.
ഇൻഡീഡ് വാട്ട് ഐ വാസ് സർപ്രൈസ്ഡ് വാട്ട് ഹാവ് യു ഹേർഡ്. ആ അങ്ങനെയാണോ? ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹൂ ഹാവ് ഒക്കൾട്ട് പവേഴ്സ്. ഞാൻ ഇന്ത്യയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് എന്താണ്? അവിടെ കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ എന്തുണ്ട്? ഒക്കൾട്ട് പവേഴ്സ് ഉണ്ട്. എന്താണ് ഈ ഒക്കൾട്ട് പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്? മാന്ത്രികമായിട്ടുള്ള ശക്തി, മാന്ത്രിക ശക്തിക്കുള്ള ആൾക്കാർ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ദേ ആർ കോൾഡ് യോഗീസ്. അവരെ യോഗികൾ എന്നാണ് വിളിക്കാറുള്ളത്. ബട്ട് യു ആർ നോട്ട് എ യോഗി. പക്ഷെ നിങ്ങളൊരു യോഗിയല്ല. ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി മാഗി? മാഗി, നിനക്കെങ്ങനെ മനസ്സിലായി ഞാനൊരു യോഗിയല്ല എന്നുള്ള കാര്യം? യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. ഈ കുട്ടി എന്താ അതിന് റിപ്ലൈ പറഞ്ഞത്? യോഗീസ് ഒരിക്കലും മീറ്റ് കഴിക്കാറില്ല, അവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ നോക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇവിടെ അല്ലേ, ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോക്കാം. വൈ വാസ് ദ നാരേറ്റർ ക്യൂരിയസ് എബൌട്ട് ദ ഗേൾ? വാട്ട് ഡിഡ് ഹി ഡു ടു മീറ്റ് ഹെർ? എന്തുകൊണ്ടാണ് ഈ ഒരു ഗേളിനെ കുറിച്ച് അത്രയും ക്യൂരിയസ്, നമ്മുടെ നരേറ്റർ അത്രയും ക്യൂരിയസ്, അത്രയും ആകാംക്ഷയുള്ളവനായി തീർന്നത്? അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത് അല്ലേ? അപ്പോൾ എന്താണ്, ആ കാഷ്യറോട് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു, പോകാതെ പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞ് നോക്കുകയും ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി. വെയിട്രസിനോട് ചോദിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി അല്ലേ? പിന്നീട് ആ ഒരു ഏരിയ, ആ ഒരു സ്ഥലം മുഴുവൻ ഇദ്ദേഹം അവളെ അന്വേഷിച്ചു. അതൊക്കെയാണ് ചെയ്തത്. വൈ ഡിഡ് ദ നരേറ്റർ ഗോ ടു ദ റെസ്റ്റോറൻറ്റ് അഗെയിൻ? എന്തിനാണ് നരേറ്റർ വീണ്ടും ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്? എന്തിനായിരുന്നു പോയത്? പിന്നെ ഒരു സാറ്റർഡേ ആണ് ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. പിന്നീട് തൊട്ടടുത്ത സാറ്റർഡേ, അതുവരെ ആ ഒരു ആഴ്ച മുഴുവൻ അദ്ദേഹം അന്വേഷിച്ചെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താനായില്ല. പക്ഷേ പിന്നത്തെ സാറ്റർഡേ അദ്ദേഹം അതേ സമയത്ത് അതേ റെസ്റ്റോറൻറ്റിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? ഈ കുട്ടിയെ അതേ ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഈ കുട്ടി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഊഹത്തിലാണ് നമ്മുടെ നരേറ്റർ വീണ്ടും ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. വാട്ട് ഇംപ്രഷൻ ഡിഡ് ദ ഗേൾ ഹാവ് എബൌട്ട് ഇന്ത്യ? ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ പെൺകുട്ടിക്കുള്ള ഇംപ്രഷൻ എന്താണ്? എന്തായിരുന്നു ഇംപ്രഷൻ? ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ് അല്ലേ? ഇതാണ് ആ കുട്ടിക്കുള്ള ഇംപ്രഷൻ. വാട്ട് വാസ് മാഗി സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ ജോബ്? ഇഫ് നോട്ട് വൈ? മാഗി അവളുടെ ആ ഒരു ജോലിയുമായിട്ട് തൃപ്തിപ്പെട്ട ഒരാളാണോ? അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് അല്ലേ, ഇപ്പോൾ ചെയ്യുന്ന ജോബ് അവൾ പറയുന്നുണ്ട്. ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. ഐ വാണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ബ്രെയിൻ വർക്ക് ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. അവൾ മാഗി ഇഷ്ടപ്പെടുന്നത് സെക്രട്ടറിയെ പോലത്തെ ഒരു വർക്കാണ്. ഇപ്പോൾ ചെയ്യുന്ന വർക്ക് വളരെയധികം മെക്കാനിക്കലാണെന്നാണ് അവൾ പറയുന്നത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ബ്രെയിൻ വർക്ക്? ബ്രെയിൻ വർക്ക് എന്നുള്ളത് കൊണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഈ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് എന്താന്ന് വെച്ചാൽ എന്താ ടൈപ്പ് ചെയ്യാനുള്ള വെച്ചാൽ അത് അതേപടി ടൈപ്പ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. പക്ഷേ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സാഹചര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പെരുമാറേണ്ടി വരും. നമുക്ക് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ അറിവോ എല്ലാം യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വർക്കാണ് സെക്രട്ടറി എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ് അവൾ ബ്രെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ അവളുടെ ചിന്തകളും അവളുടെ താല്പര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു വർക്കായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന് കൂടെ തന്നെ ക്വസ്റ്റ്യൻസും പറയാം. ഇവിടെ വേറെ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൊണ്ട് നോക്കാം. വൈ ഡിഡ് മാഗി ആസ്ക് ദ നരേറ്റർ വെദർ ഹി വാസ് എ വെജിറ്റേറിയൻ? എന്തിനായിരിക്കാം മാഗി ഈ നരേറ്ററോട് വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഇവിടെയാണ്, ഈ ഒരു പേജിലേക്ക് എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ ആൻസർ മനസ്സിലാകുന്നത്. എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ നരേറ്റർ ഈസ് എ യോഗി ഓർ നോട്ട് അല്ലേ, ഒരു യോഗി ആണോ അല്ലേ എന്ന്. കാരണം ഈ കുട്ടിയുടെ മനസ്സിലുണ്ട്, ആ കുട്ടിയുടെ ബ്രദർ സോൾജിയറാണ്, ഇന്ത്യയിലാണ്, ഇന്ത്യ ഇങ്ങനെയൊക്കെയാണെന്നാണ് ആ കുട്ടിയുടെ ഇംപ്രഷൻ അല്ലേ. അപ്പോൾ എന്താണ് അവിടുന്ന് യോഗികളെ കുറിച്ച് ഈ കുട്ടി കേട്ടിട്ടുണ്ട്. അപ്പോൾ യോഗി എന്ന് പറഞ്ഞാൽ മീറ്റ് മാത്രമേ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ യോഗി ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനാണ് നേരത്തെ തന്നെ വെജിറ്റേറിയൻ ആണോ അല്ലേ എന്നുള്ളത് കുട്ടി ചോദിച്ചത്. യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. യോഗികൾ ഒരിക്കലും ഇറച്ചി കഴിക്കാറില്ല. ഈസ് ദാറ്റ് വൈ യു ആസ്ക്ഡ് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ ആം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? അതായിരിക്കണമല്ലേ നീ എന്നോട് തുടക്കത്തിൽ തന്നെ ഒരു വെജിറ്റേറിയൻ ആണോ അല്ലേ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഷീ സ്മൈൽഡ് വിതൗട്ട് ആൻസറിങ്. അവൾ പെൺകുട്ടി ആൻസർ ഒന്നും പറയാതെ ചിരിച്ചു. വി ഹാഡ് റീച്ച്ഡ് എ നാരോ ഡോവേ. ഒരു ചെറിയൊരു ഇടനാഴിയിലെത്തി. മാഗി ടുക്ക് എ തിൻ ലാച്ച് കീ ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് ഓപ്പൺഡ് ദ ഡോർ. ഒരു ചെറിയ കീ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അവൾ ആ ഡോറ്
തുറന്നു. ഷീ എൻറ്റേർഡ് ആൻഡ് സെഡ് പ്ലീസ് കം ഇൻ. അവൾ കയറിയിട്ട് പറഞ്ഞു ആ വരൂ. When I was inside, Maggie closed the door. When I was inside, Maggie closed the door. Maggie door അടച്ചു. She went to the foot of the stairs and raising her voice a little called, Mother, where are you? അവൾ എന്താ സ്റ്റേഴ്സ് കോണിപ്പടികളുടെ അടുത്തെത്തിയിട്ട് വിളിച്ചു ചോദിച്ചു, മദർ വെർ ആർ യു? അമ്മേ നിങ്ങൾ എവിടെയാണ്? ഐ എം ഇൻ ദ കിച്ചൺ ചൈൽഡ്. ദ ആൻസർ കെയിം ഫ്രം ബിലോ. മുകളിലേക്കാണ് ചോദിച്ചെങ്കിലും ആൻസർ വന്നത് താഴെ നിന്നാണ്. എന്താ മറുപടി വന്നത്? ഐ എം ഇൻ ദ കിച്ചൺ ചൈൽഡ്. കുട്ടി ഞാൻ അടുക്കളയിലാണ്. കം ഡൗൺ, താഴേക്ക് വരൂ. ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബോവ് ഗ്രൗണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, ലണ്ടനിലെ സ്ട്രീറ്റിൻ്റെ എന്നുവെച്ചാൽ 3 ലെവലായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സ്ട്രീറ്റിൻ്റെ നേരെയുള്ളത് ഒരു ലെവലും അതിന് മുകളിലേക്കൊന്നും താഴേക്കൊന്നും വരും. അപ്പോൾ താഴെയാണ് അടുക്കള വരുന്നത്. അപ്പോൾ കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ. ഈ സ്ട്രീറ്റ് ലെവലിൽ നിന്നും താഴെയായിട്ടാണ് സാധാരണ കിച്ചൺ വരുന്നത്. മാഗി ലുക്ക്ഡ് അറ്റ് മീ ക്വസ്റ്റ്യൻലി, ഡു യു മൈൻഡ്? മാഗി ഒരു ചോദ്യഭാവത്തോടെ തന്നെ നോക്കി, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ താഴേക്ക് അടുക്കളയിലേക്ക് വരുന്നത്? നോട്ട് ഇൻ ദ ലീസ്റ്റ്, കം ഓൺ ഐ സെഡ്. ഒരു പ്രശ്നമില്ല. ടുഗദർ വി ഡിസെൻഡഡ് ദ സ്റ്റേഴ്സ് ടു ദ കിച്ചൺ. ഞങ്ങൾ ഒരുമിച്ച് ആ കിച്ചണിലേക്കുള്ള സ്റ്റേഴ്സ് ഇറങ്ങി. ഡിസെൻഡഡ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവുക. ടു മദർ സെഡ് മാഗി ഫ്രം ദ ഡോർവേ, ആൻ ഇന്ത്യൻ ജെൻറ്റിൽമാൻ ഹാസ് കം ടു സീ യു. അമ്മേ, ഒരു ഇന്ത്യൻ ജെൻറ്റിൽമാൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. വെർ ഇസ് ഹി? ദ ഓൾഡ് വുമൻ ആസ്ക്ഡ് ഈഗർലി. ഇത് കേട്ടതും അദ്ദേഹം എവിടെ? ഭയങ്കര ആകാംക്ഷയോടെ ആ ഒരു ഓൾഡ് വുമൻ ചോദിച്ചു. വിത്ത് സ്മൈൽ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ കിച്ചൺ ബിഹൈൻഡ് മാഗി. ഒരു ചിരിയോടെ ഞാൻ മാഗിക്ക് പിന്നാലെ ആ കിച്ചണിലേക്ക് ഇറങ്ങി. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് അസ്. അവൾ എന്നെ പരിചയപ്പെടുത്തി. ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത. മദർ, ഷീ സെഡ് മിസ്റ്റർ ഗുപ്ത മൈ മദർ. മാഗി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ പരിചയപ്പെട്ടാണ്. മിസ്റ്റർ ഗുപ്ത, ദിസ് ഇസ് മൈ മദർ, ആൻഡ് മദർ, ദിസ് ഇസ് മിസ്റ്റർ ഗുപ്ത. ഹൗ ഡു യു ഡു? ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. ഞാൻ കൈ നീട്ടിയിട്ട് ഷേക്ക് ഹാൻഡിനായിട്ട് കൈ നീട്ടിയിട്ട് ചോദിച്ചു, ഹൗ ഡു യു ഡു? എക്സ്ക്യൂസ് മീ മൈ ഹാൻഡ്സ്. എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈകൾ എന്ന് പറഞ്ഞിട്ട് അവർ കൈ പിറകോട്ട് വലിച്ചു. കാരണം എന്തായിരുന്നു? ദേ വർ കവേർഡ് വിത്ത് ഫ്ലോർ. ആ കൈകളിൽ മുഴുവൻ ഫ്ലോർ, മാവുണ്ടായിരുന്നു. എന്താ കാര്യം? മാവുണ്ടായിരുന്നു. അതെന്താ കാര്യം? ടുഡേ ഈസ് സാറ്റർഡേ. ഇന്ന് സാറ്റർഡേ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സാറ്റർഡേ ആണ് ഈ കുട്ടി രണ്ടാമതായി കണ്ടു കിട്ടുന്നത്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഷീ എക്സ്പ്ലെയിൻഡ് ഐ ആം മേക്കിംഗ് കേക്ക്സ്. എന്ത് ചെയ്തിരുന്നു മദർ? കേക്ക് ഉണ്ടാക്കുകയായിരുന്നു. പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്. സാറ്റർഡേ ഈവനിങ്ങിലാണ് ആളുകൾ കേക്കൊക്കെ വാങ്ങാൻ വരുന്നത്. ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ്സ് ടു നൈറ്റ്. ഇന്ന് രാത്രി സ്ട്രീറ്റിൽ പോയിട്ട് ഇതൊക്കെ വിൽക്കും. ദിസ് ഈസ് ദ വേ വി മേക്ക് അവർ ലിവിങ് ലോട്ട്സ് ഓഫ് ട്രബിൾ. ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നെയ്ബർഹുഡ്സ്. സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ ആ നെയ്ബർഹുഡിൽ പാവങ്ങളുടെയൊക്കെ ഒരു പാവങ്ങളുടെ ഇടയിലൊരു ഫെസ്റ്റിവിറ്റിയാണ്, ഒരു ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി. എന്താ വെച്ചാൽ ഒരു ആഘോഷത്തിൻ്റെ സമയമാണ്. ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റഡ് പുഷ് കാർട്ട്സ്. പുഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഉന്തുവണ്ടികൾ, ഈ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ആ എണ്ണമറ്റ ഉന്തുവണ്ടികൾ അവരിങ്ങനെ എല്ലാ സാധനങ്ങളും അന്ന് വിൽക്കും. ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ. മറ്റ് ദിവസങ്ങളെക്കാളും ആ ദിവസം സ്ട്രീറ്റ്സൊക്കെ ക്രൗഡഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ക്രൗഡഡ്, നോട്ട് സോ ക്രൗഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞതായിരിക്കും. സാറ്റർഡേ ഈസ് ദ ഡേ ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ഫോർ ദേ റിസീവ് ദെയർ വീക്ക്ലി വേജസ്. പാവങ്ങൾക്ക് സാറ്റർഡേ ആണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള കാശ്. പാവപ്പെട്ടവർക്ക് ഈ സാറ്റർഡേ ആണ് എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ക്യാഷ് അവർ ഉണ്ടാക്കുന്ന ദിവസം. Ingredients for cake making: flour, sugar, fat, raisins, eggs, and so forth were set out in readiness upon the dresser. Several freshly baked cakes in tins were also there. ഈ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഫ്ലോറ്, മാവ്, പഞ്ചസാര, പിന്നെ എന്താണ് ഫാറ്റ്, റേസിൻസ്, എഗ്സ്, അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ എന്താണ് ആ ഡ്രസ്സറിൽ ഇങ്ങനെ, ഡ്രസ്സർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തട്ടുകളായിട്ടുള്ള ഒരു അലമാര ഇതിലിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൂടെ ഉണ്ടായിരുന്നു പോരാത്തതിന്? കുറച്ച് ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുത്തിട്ടുള്ള കുറച്ച് കേക്കുകളും അവിടെ ഉണ്ടായിരുന്നു. സിറ്റിംഗ് ഇൻ സച്ച് എ പുവർ കിച്ചൺ വിൽ നോട്ട് ബി വെരി പ്ലസൻറ്റ് ഫോർ യു വിൽ ഇറ്റ്? ഇങ്ങനെ ഒരു ചെറിയൊരു പാവപ്പെട്ട ഒരു കിച്ചണിൽ, ഒരു അടുക്കളയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. മിസ്സിസ് ക്ലിഫോർഡ് സെഡ്.
മിസ്സിസ് ക്ലിഫോർഡ് അഥവാ നമ്മുടെ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക് മാഗി, ടേക്ക് ഹിം ഇൻ ടു ദ സിറ്റിംഗ് റൂം, ഐ വിൽ കം ഇൻ എ മിനിറ്റ്. ഞാൻ എൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് മാഗി, നീ ഇദ്ദേഹമായിട്ട് എന്ത് ചെയ്തോളൂ, സിറ്റിംഗ് റൂമിൽ ഇരുന്നോളൂ, ഞാനിപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം. No, I protested. I can sit here well enough. The cakes you make are nice ones, I must say. No, എനിക്കൊരു കുഴപ്പമില്ല. എന്താണ്, നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കൊക്കെ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. മിസ്സിസ് ക്ലിഫോർഡ് താങ്ക്ഡ് മീ വിത്ത് എ സ്മൈൽ. അവർ ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ സർ? പിന്നീട് മിസ്സിസ് ക്ലിഫോർഡ് ചോദിക്കുകയാണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഒരു രാജ്യമാണ് സർ? ആസ് ഷീ റെസ്യൂംഡ് ഹെർ കുക്കിംഗ്. അവൾ കുക്കിംഗ് തുടർന്നുകൊണ്ട് ചോദിച്ചു, എ ബ്യൂട്ടിഫുൾ കൺട്രി. നമ്മുടെ നരേറ്റർ എന്താണ് ആൻസർ കൊടുത്തത്? എ ബ്യൂട്ടിഫുൾ കൺട്രി. സേഫ് ടു ലിവ് ഇൻ. അവിടെ ജീവിക്കാനൊക്കെ സേഫാണോ, നല്ലതാണോ? സെർട്ടൻലി, ബട്ട് നോട്ട് കോൾഡ് ലൈക്ക് ദിസ് കൺട്രി. തീർച്ചയായും, പക്ഷേ ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ അത്ര തണുപ്പൊന്നും അവിടെ ഇല്ല. ഇറ്റ് ഈസ് സംവാട്ട് ഹോട്ട്, കുറച്ച് ചൂടൊക്കെ ഉള്ള സ്ഥലമാണ്. ആരെന്ത് ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ്? അവിടെ കുറേയധികം സ്നേക്സും ടൈഗേഴ്സൊക്കെ ഉണ്ടോ? ഡോണ്ട് ദേ കിൽ പീപ്പിൾ? അവർ ആളുകളെ കൊല്ലില്ലേ? ഡോണ്ട് ബിലീവ് ദാറ്റ്, ഐ ലാഫ്ഡ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറയാം, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കരുത്. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് കീപ് ടു ദ ജംഗിൾസ്. പാമ്പുകളും കടുവകളൊക്കെ എവിടെയാണുള്ളത്? കാടുകളിലാണ്. ജംഗിൾ എന്ന് പറഞ്ഞാൽ കാടിലാണ് ഉള്ളത്. ദേ ഗെറ്റ് കിൽഡ് ദംസെൽവ്സ് ഇഫ് ദേ കം ടു ക്ലോസ് ടു പ്ലേസസ് വേർ പീപ്പിൾ ലീവ്. ആളുകൾ താമസിക്കുന്നിടത്തേക്ക് അവർ വന്നാൽ എന്താവും? അവർ കൊല്ലപ്പെടും. ആൻഡ് ഫീവേഴ്സ്, പിന്നെ പനിയുടെ കാര്യം എന്താണ്? ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ ദർ ഇസ് മോർ ഫീവർ ദാൻ ഇൻ അതേഴ്സ്. ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ എന്തുണ്ട്? ഇപ്പോൾ ഈ പനിയൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് നെയ്തർ ദ സെയിം എവ്രിവർ, നോ ദ സെയിം ഓൾ ദ ഇയർ എറൗണ്ട്. അത് എല്ലായിടത്തുള്ളത് പോലെ എല്ലാ കൊല്ലമൊക്കെ വരുന്ന പോലെ തന്നെ ഉള്ളൂ. മൈ സൺ ഈസ് ഇൻ ദ പഞ്ചാബ്. എൻ്റെ മകൻ പഞ്ചാബിലാണുള്ളത്. ഹി ഈസ് എ സോൾജിയർ. അവനവിടെ സോൾജിയറാണ്. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഇസ് ദ പഞ്ചാബ്? ഈ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു സ്ഥലമാണ്? അമ്മ ചോദിക്കുകയാണ്. ദ പഞ്ചാബ് ഈസ് എ ഫൈൻ പ്ലേസ്. പഞ്ചാബ് വളരെ നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ മിസ്റ്റർ ഗുപ്ത മറുപടി കൊടുക്കുകയാണ്. ദർ ഈസ് ലിറ്റിൽ ഫീവർ ദർ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് പോസിറ്റീവ്. അപ്പോൾ ദർ ഈസ് ലിറ്റിൽ ഫീവർ ദർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പനിയൊന്നും ഇല്ല. ഇറ്റ് ഈസ് വെരി ഹെൽത്തി. അവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, അവിടെയൊക്കെ ഫുൾ ഹെൽത്തിയാണ്. ഐ എം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്, മിസ്സിസ് ക്ലിഫോർഡ് സെഡ്. എനിക്കിത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. ഹർ ബേക്കിംഗ് വാസ് ഫിനിഷ്ഡ് മാഗി, ഷീ സെഡ്. ടേക്ക് മിസ്റ്റർ ഗുപ്ത അപ്സ്റ്റേഴ്സ്, ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ. നമ്മുടെ അമ്മയുടെ ബേക്കിംഗ് ഒക്കെ ഏകദേശം തീർന്നു. അപ്പോൾ അമ്മ മാഗിയെ വിളിച്ചിട്ട് പറയാണ്, നീ മിസ്റ്റർ ഗുപ്തയുമായിട്ട് അപ്സ്റ്റേഴ്സിൽ പോയിക്കോളൂ, ഞാൻ എൻ്റെ കൈയൊക്കെ കഴുകിയിട്ട് ഒരു ചായയുമായിട്ട് വരാം. മാഗി ഷോഡ് ദ വേ ടു ദെയർ സിറ്റിംഗ് റൂം ആൻഡ് ഐ ഫോളോഡ്. മാഗി എന്ത് ചെയ്തു? എനിക്ക് സിറ്റിംഗ് റൂമിൽ കാണിച്ചു തന്നു. ദ ഫേർണിച്ചർ വാസ് ചീപ്പ്. അവിടെയുള്ള ഫർണിച്ചറൊക്കെ എന്തായിരുന്നു? വളരെ ചീപ്പായിരുന്നു, വില കുറഞ്ഞവയായിരുന്നു. ആൻഡ് ദർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. അധികം ഫർണിച്ചറുകളൊന്നും ഇല്ലായിരുന്നു താനും. ദ കാർപ്പറ്റ് വാസ് ഓൾഡ്. അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്ന കാർപ്പറ്റ് വളരെ പഴയതാണ്. ടോൺ ഇൻ പ്ലേസസ്, ചില ഭാഗങ്ങളിലൊക്കെ കീറിയിട്ടുമുണ്ട്. ബട്ട് എവ്രിതിങ് വാസ് എക്സ്ട്രീംലി ക്ലീൻ. പക്ഷേ എല്ലാം വളരെയധികം നല്ല വൃത്തിയുള്ളവയായിരുന്നു. മാഗി ഡ്രൂ ദ കർട്ടൻസ് ബാക്ക് ആൻഡ് ഓപ്പൺ ദ വിൻഡോസ്. മാഗി കർട്ടനൊക്കെ തിരിച്ചിട്ടു, ജനലുകളൊക്കെ തുറന്നു. ദർ വാസ് എ ഗ്ലാസ് ബുക്ക് കേസ്. അവിടെ എന്തുണ്ടായിരുന്നു? ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു ബുക്ക് കേസ് ഉണ്ടായിരുന്നു. ഐ സ്റ്റൂഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നു. നമുക്ക് ഇത്രയും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.